ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. മാളിൻ്റെ എൻട്രൻസിൽ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങളത് കയറി ചെല്ലുമ്പോൾ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരുപാട് സ്റ്റോളുകൾ, വെറൈറ്റി ഓഫ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഡ്രസ്സിൻ്റെ ഉണ്ടായിരുന്നു, ടോപ്പ്, സൽവാർ സെറ്റ്, അങ്ങനത്തെ ഐറ്റംസും, നൈറ്റ് വെയേഴ്സ്, കാർസ്, അച്ചാറുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിലും അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു ക്രിസ്മസ് പ്രമാണിച്ചിട്ട്. ഈ സൽവാർ സെറ്റിൻ്റെ ഇതിൽ ഇത്താക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്താക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് എടുക്കാനുള്ള തീരുമാനമില്ലാത്തത് കൊണ്ട് ഞങ്ങളതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഈ ഓഫ് വൈറ്റും ഈ പീച്ചും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇത്താക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നൈറ്റ് വെയേഴ്സിൻ്റെ കളക്ഷൻസിൽ നിന്ന് എനിക്ക് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കിങ്ങിലും ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. ചിക്കിങ്ങിൽ കയറിയില്ല പക്ഷെ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ നേരെ ഈസി ബൈയിലോട്ടാണ് പോയത്. ഒരുപാട് ട്രെൻഡി ടോപ്പുകളുടെ കളക്ഷൻ എപ്പോഴും ഈസി ബൈയിലുണ്ട് കേട്ടോ. അവിടെ നിന്നും ഇത്താക്കൊന്നും കിട്ടിയില്ല. അത് പറഞ്ഞ് ഞാൻ കളിയാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വന്ന ടൈമിൽ ഞങ്ങൾ പർച്ചേസിങ്ങിന് വന്ന ഒരു മെയിൻ ഷോപ്പാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഈസി ബൈയിൽ എപ്പോഴും വരാറുണ്ട്. പിള്ളേർക്കൊക്കെ ഐറ്റംസ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. എനിക്കിഷ്ടപ്പെട്ട മക്കളുടെ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. ടീഷർട്ട്സ് ആയിക്കോട്ടെ, ഷോർട്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും ഒന്നും കിട്ടാതെ ഇറങ്ങുകയാണ്. അവർ 2 ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് എടുത്തായിരുന്നു. അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ സ്മാർട്ട് ബസാർ എന്ന് പറഞ്ഞ് ഉള്ള ഒരു ഷോപ്പ്, അവിടെ നിന്നാണ് ഞങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറ്. പക്ഷെ അത് ഞങ്ങൾ ഇപ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ 3 ലൈം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ചിയേഴ്സൊക്കെ അടിച്ച് കുടിച്ചു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് തൊണ്ടവേദന ഉള്ളതുകൊണ്ട് തന്നെ അതത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ 3 ബണ്ണ് ഓർഡർ ആക്കി. ബണ്ണിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ ബണ്ണ്. അതാണ് ഇത്തയുടെ മോന്ത് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് കേട്ടോ ഈ ഡെക്കറേഷൻസൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ അവരെടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഔട്ട് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.